ഹായ്, നാച്ചുറൽ ഡിലൈസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ മഷ്റൂമിന്റെ പെല്ലറ്റ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പൊ ഈ പെല്ലറ്റ് വെച്ചിട്ട് എങ്ങനെ ഏറ്റവും സിമ്പിൾ ആയിട്ട് ബെഡ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പൊ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ അതിനായിട്ട് വേണ്ടത് ഇതാണ്. ഇപ്പോൾ പെല്ലറ്റ് ഇത് 1 കിലോ പെല്ലറ്റാണ്. ഇതിലേക്ക് നമ്മൾ 1.5 ലിറ്റർ തിളച്ച വെള്ളം ഒഴിക്കണം. കാണിച്ചു തരാം. ഇതിലേക്ക് ഇപ്പോൾ നമ്മളിത് തിളപ്പിച്ച് വെച്ച വെള്ളം കേട്ടോ, നല്ല ചൂടോടെ തന്നെ ഒഴിക്കണം. ഇതിൽ ആവി പൊന്തുന്ന ഗെറ്റിലില്ലാത്തവർ സാധാരണ പാത്രത്തിൽ തിളപ്പിച്ചാലും മതി. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മേലെ ഇത് PP കവറാട്ടോ, അതുകൊണ്ടാണ് ചൂടുവെള്ളമായാലും ഇത് ഉരുകാത്ത. ബാക്കി കവറുകളൊക്കെ നമ്മൾ ചൂടായി കഴിഞ്ഞാൽ ഉരുകിപ്പോവും. ജസ്റ്റ് ഒന്ന് ഇതിട്ടിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കണം. ഒന്ന് ജസ്റ്റ് ആ പെല്ലറ്റൊന്ന് കണ്ടില്ലേ. ഇതിലിപ്പോൾ നമ്മൾ കുറച്ച് ഈ പെല്ലറ്റ് ഉണ്ടായിരുന്നുള്ളൂ. നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് ഏകദേശം ഫുള്ളായിട്ട് പൊടിയായി കിട്ടും. ഇനി എന്ന് പറഞ്ഞാൽ ഇപ്പം നല്ല ഹീറ്റ് ആയിരിക്കും. അപ്പം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇന്നിപ്പോൾ ചെയ്യുകയാണെങ്കിൽ ഇത് നാളെ ഇതിൽ വിത്തിടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഒരു ദിവസം നമ്മൾ ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കും. അപ്പോൾ നമ്മൾ അത് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇന്നലെ ജസ്റ്റ് ചെയ്ത് വെച്ചൊരു കവർ. അപ്പോൾ ഇതിൽ കാണിച്ചു തരാം എങ്ങനെ വിത്തിടണമെന്ന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അതൊന്ന് ജസ്റ്റ് ഓപ്പൺ ആക്കിയിട്ട് ഇതൊന്ന് വെള്ളം ഒഴിച്ചപ്പോൾ ഒന്ന് ചെറുതായിട്ട് കട്ട പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മളതൊന്ന് അങ്ങനെ കട്ടയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കണം. അങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അത് ഈ കവറ് ജസ്റ്റ് ഒന്ന് അങ്ങനെ അമക്കി കൊടുക്കണം. അതെന്താണെന്ന് വെച്ചാൽ ഈ കവറിൻ്റെ സൈഡിലൊരു ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നാൽ വിത്ത് ആ ഗ്യാപ്പിലൂടെ ഇറങ്ങിപ്പോവും. ഞാൻ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം അങ്ങനെ ഒരു കൂമ്പാരം പോലെ ആക്കി നിൽക്കും. പിന്നെ ഇതാണ് നമ്മളെ വിത്ത്. ഇതിപ്പോൾ ഇങ്ങനത്തെ 2 ബെഡിലേക്ക് ഇടാനുണ്ടാവും. അപ്പോൾ ഇത് നമ്മളൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് പൊട്ടിക്കുക. കവറിൽ തന്നെ പൊട്ടിച്ചാൽ മതി. കട്ട് ചെയ്യണം. ഇപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ബ്ലേഡ് എടുക്കുക. ഈ ബ്ലേഡ് ഒന്ന് ഹീറ്റാക്കണം. എന്താ വെച്ചാൽ വല്ല അണുക്കളുണ്ടെങ്കിൽ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് ഈ തല മാത്രം ഒന്ന് കട്ട് ചെയ്താൽ. ഇനി ഇതിലേക്ക് എങ്ങനെ വിത്തിടാന്ന് കാണിച്ചു തരാം. നമ്മൾ ഇപ്പോൾ അതിങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്തല്ലോ. അങ്ങനെ പ്രസ് ചെയ്ത് ഇതിൻ്റെ അരികിലേക്കൂടെ ഇറങ്ങിപ്പോകാനുള്ള ചെറിയൊരു ഗ്യാപ്പ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഇത് ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഈ സൈഡ് ഇവിടെ കാണിച്ചു. ഈ വിത്തിലൊന്ന് നമ്മൾ അധികം കൈകൊണ്ട് തൊടണ്ട. കറക്റ്റ് ആ പേപ്പറിൽ തന്നെ പിടിച്ചാൽ മതി. ഇങ്ങനെ ആക്കി കൊടുത്താൽ വിത്ത് താഴത്തോട്ട് പോയി. ഈ കവറിൻ്റെ ഒരു പകുതി വിത്ത് നമ്മൾ ഇതിൽ ഇടുക. പകുതി ഇട്ടാൽ മതി. അതൊന്ന് ഇങ്ങനെ ഇതാക്കി കൊടുത്താൽ മതി. അത്
ഇനി ലാസ്റ്റ് കുറച്ച് മേലെ ഇടുക. ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് റൗണ്ടാക്കി റബ്ബർ ബാൻഡ് ഇട്ടാൽ മതി. ഇപ്പോൾ നമുക്ക് മഷ്റൂമിൻ്റെ ബെഡായി. ഇനി ഇതിലേക്ക് ചെറിയൊരു ഹോൾസ് ഇടണം. ഹോൾസ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ബ്ലേഡ് തന്നെ എടുത്തിട്ട് ജസ്റ്റ് ഒന്നൊരു ചൂടാക്കിയിട്ട് ചെരിച്ച് വെച്ചിട്ട് ഇവിടെ ഒരു ചെറിയൊരു വര കൊടുത്താൽ ചെറിയൊരു വര. അത് ഇങ്ങനത്തെ ടേപ്പ് എടുക്കുക. ഇത് നമ്മളെ പേപ്പർ ടേപ്പാണ്, നമ്മൾ മുറിക്കൊക്കെ ഒട്ടിക്കുന്ന. ഇത് ജസ്റ്റ് ഒന്ന് അവിടെ ഒട്ടിച്ചു കൊടുക്കണം. എന്താ വെച്ചാൽ ഈച്ചകളൊന്നും കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതേമാതിരി ഇവിടെ ഒരു ടേപ്പ് അവിടെയും ടേപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഞാനൊരു 4 എണ്ണം വിത്തിൻ്റെ മേലെ കൂടെ ആയി വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ 4 ഭാഗത്തും ഇങ്ങനെ 4 ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് മഷ്റൂമിൻ്റെ ഈ പെല്ലറ്റിൻ്റെ ബെഡ് ചെയ്യുന്നത്. കുറച്ച് ഹൈറ്റ് കുറവായിരിക്കും, ഇത്ര ഇതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് മഷ്റൂമിൻ്റെ ബെഡ് നമ്മൾ റെഡിയാക്കുന്നത്. ഇനി ഇത് നല്ലൊരു റൂമിൽ ഒരു തണുപ്പുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 ദിവസമൊക്കെ ആകുമ്പോഴത്തേന് ഈ വിത്ത് വളർന്നിട്ടൊരു വൈറ്റ് കളറിൽ വരും. പിന്നെ നമുക്കൊരു 15 ദിവസം ആകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രേ വെച്ചിട്ടൊന്ന് നനച്ചു കൊടുക്കണം. അപ്പോൾ നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റിക്കർ ഒട്ടിച്ച ഭാഗത്ത് കൂടെ ഒരു 20 ദിവസം അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് വരും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇങ്ങനത്തെ വീട്ടാവശ്യത്തിന് വേണ്ടി ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ മഷ്റൂം ബാഗിൻ്റെ കിറ്റായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിത്തും ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഒരു കിറ്റായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.